എല്ലാവർക്കും ജെറാനാസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് നാടൻ രീതിയിലുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. വീട്ടിൽ കിട്ടുന്ന സാധാരണ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. തേങ്ങ മാത്രം ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു തിക്ക് ഗ്രേവിയൊക്കെ നമുക്കിതിൽ കിട്ടും. കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റും ആ കറിക്ക് ഉണ്ടാവും. അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തി, കപ്പ, ചോറ് ഇതിൻ്റെ കൂടെ എല്ലാം ഇത് സെർവ് ചെയ്യാം. ഞാനിവിടെ ഒരു 700 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുവാണ്. 3-4 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുമ്പോൾ കിട്ടുന്ന ഒരു കംപ്ലൈൻ്റാണ് ചിക്കൻ്റെ പീസസൊക്കെ വെളുത്തിരിക്കുന്നു എന്നുള്ളത്. അതായത് മസാലയൊന്നും പിടിക്കാത്ത പോലെ വെളുത്ത് തന്നെ ഇരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്കൊരു സ്റ്റെപ്പ് ചെയ്യണം. ചിക്കൻ്റെ പീസസൊക്കെ ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം മസാലപ്പൊടിയിൽ. ഇത് ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഒരു ചിക്കൻ മസാലപ്പൊടിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇതിനകത്ത് ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ചെയ്താൽ ചിക്കൻ കറി കുറച്ച് ബ്രൗൺ കളർ കഷ്ണത്തിലൊക്കെ മസാലപ്പൊടി നന്നായിട്ടൊന്ന് പിടിച്ചിരിക്കും. ഇനി വേണ്ടത് ഒരു 2 സവാളയാണ്. ഞാനിത് വളരെ ചെറിയ കനം കുറഞ്ഞ പീസായിട്ട് ഒന്ന് മുറിച്ച് വെച്ചേക്കുവാണ്. പിന്നെ ഒരു 10 ചുമന്നുള്ളി, അതും 2ആയിട്ട് മുറിച്ച് വെച്ചേക്കുവാണ്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് 1-2 കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ വേണ്ടത് ഒരു 4-5 പീസ് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയും ഒരു 1 ഇഞ്ച് പീസ് ഇഞ്ചി. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിവിടെ ക്ലീൻ ചെയ്ത് വച്ചേക്കാണ്. ഇത് ഇനി ഒന്ന് ചതച്ചെടുക്കണം കറിയിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് ഒരു 3 തക്കാളിയാണ്. കറിക്ക് നല്ല പുളി ആവശ്യമുണ്ട്. നമ്മൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ തിക്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഈ ഉള്ളിയും തക്കാളിയൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കണം. 3 എണ്ണം വേണം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. നമ്മൾ കേരള സ്റ്റൈലൊക്കെ കറി വെക്കുമ്പോൾ, അത് കേരള സ്റ്റൈലിലാണ് വെക്കുന്നതെങ്കിൽ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ ശ്രമിക്കണം. എന്നാലേ അതിൻ്റെ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് ആ കറിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയുടെ കൂടെ ചേർക്കാത്തത് അത് ചതച്ച് വെച്ചിരിക്കുന്നതായതുകൊണ്ടാണ്. ചതയ്ക്കാതെ ഇടുകയാണെങ്കിൽ ഉള്ളിയുടെ കൂടെ തന്നെ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചതച്ചത് കാരണം അത് കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഉള്ളി ആദ്യം ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം മാത്രം ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമുക്കൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നതൊരു വഴറ്റണം. അതായത് നമുക്ക് ആ ഒരു മൊരിഞ്ഞ ഒരു സൗണ്ട് വരണം. അത്രയും ടൈം വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഞാനിത് ഒരു 10 മിനിറ്റായിട്ട് വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു സിം ഫ്ലെയിമിലൊക്കെ ഇട്ടാണ് വഴറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഒരു ക്രിസ്പി സൗണ്ട് കേട്ട് തുടങ്ങുമ്പോൾ അതിനകത്ത് പൊടികളൊക്കെ ചേർക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇനി കുറച്ചുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർക്കുന്നത്. അതൊന്ന് ചേർത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കണം. മുളക് പൊടി ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ സാധാരണ ചില്ലി പൗഡറുമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ചേർത്തത്. അപ്പോൾ ചിക്കൻ ആവശ്യമുള്ള പൊടി നമ്മൾ നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്തപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഉള്ളിക്കും തക്കാളിക്കും വേണ്ടിയിട്ടൊക്കെയാണ് ചേർക്കുന്നത് ഈ പൊടി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക, പച്ചമണം മാറുന്നത് വരെ. അപ്പോൾ ഇതിപ്പം ഞാനിവിടെ ഒരു ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം അത് പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെയ്യുന്നത്. പാത്രത്തിന് നല്ല ചൂട് നിൽക്കുന്ന പാത്രമാണ്. അപ്പോൾ കരിഞ്ഞു പോകാതെ ഇതൊന്ന് സൂക്ഷിക്കണം, അവിടെ വളരെ സൂക്ഷിക്കണം. കാരണം അവിടെ കരിഞ്ഞു പോയാൽ കറിയിൽ ആ ടേസ്റ്റ് ബാധിക്കും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി അതിനകത്ത് തക്കാളിയും കൂടെ പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പൊടി കരിയാൻ തുടങ്ങും. അപ്പോൾ തക്കാളിയുടെ ഈർപ്പം കാരണം അവിടെ കരിയുന്ന ആ പ്രോസസ്സ് അങ്ങ് നിൽക്കും. അപ്പോൾ വെള്ളം പെട്ടെന്ന് തന്നെ തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അത് നല്ലവണ്ണം നല്ല ഒരു പേസ്റ്റ് രൂപത്തിലാവുന്നത് വരെ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. ഒരു സിം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. തക്കാളി നല്ല പേസ്റ്റ് പോലെ വെന്തോളും. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു 5 മിനിറ്റ് അത് വേവാനിട്ട് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ഒരു സിം ഫ്ലെയിമിൽ ഇത് വച്ച് വേവിക്കണം. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ആവശ്യത്തിനുള്ളത് ഇറങ്ങി വന്നോളും. ആ ചിക്കനിലൊന്ന വെള്ളം കാരണം അത് വെന്തോളും. ഇപ്പോൾ ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു 8 മിനിറ്റായി. ഇപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വന്ന് അത് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ ഇതൊന്ന് വേവിക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ ഇതിനകത്ത് നല്ല കളറൊക്കെ പിടിച്ചിരിക്കുകയാണ്. മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട് കഷ്ണത്തിൽ. അപ്പോൾ ഇനി ഇത് വെളുത്തൊന്നും ഇരിക്കത്തില്ല. ഇനി നമുക്ക് എത്ര വെള്ളമാണോ ആവശ്യം ഗ്രേവിക്ക് അത്രയും വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം. കാരണം ഇതിപ്പോൾ 80% മാത്രമേ വെന്തിട്ടുള്ളൂ. ബാക്കിയും കൂടി ഇനി വേവണം. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നിട്ടാണ് ഇനി ഇത് വേവുന്നത്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അടച്ച് വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിതിനകത്ത് ഒരു 1/2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കറിവേപ്പിലയും പിന്നെ ഒരല്പം 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടി ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഒരല്പം കഷ്ണം എടുത്തൊന്ന് നോക്കണം വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അത് കഴിഞ്ഞ് അവസാനം നമുക്കിതിനകത്ത് ഒരു ടീസ്പൂണോളം വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഓഫ് ചെയ്തേക്കാം. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റുള്ളത് അവിടെ ഇരുന്നതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. എന്നാലേ മസാല എല്ലാം നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഒരു 10 മിനിറ്റ് അത് ഒന്ന് കൂളാവാൻ വേണ്ടി വെച്ചേക്കണം. അപ്പോൾ ആ മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കും. അപ്പം നല്ലൊരു ചിക്കൻ കറി നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കുക. എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ജറാനസ് കിച്ചൺ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി മറ്റൊരു വിഭവമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.